ഇവൾ എത്രമാത്രം മിസ് ചെയ്യുന്നു ഇവൾക്കൊല്ലം പിടിയുണ്ടോന്ന് ചോദിക്കും. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോയിട്ട് പിന്നെ ഫുൾ റൊമാൻസ് ആയിരിക്കും. ഇതേ സമയം തന്നെ യങ്സൈഡ് അച്ഛനും അവൾ അറിയാതെ സേഹുവിനെ ഫോം വിളിച്ച് അദ്ദേഹത്തിന്റെ മകളെ ബ്രേക്കപ്പ് ചെയ്യാൻ പറയും. പക്ഷെ തൊട്ടടുത്ത് തന്നെ അവൾ ഇതെല്ലാം കേട്ടിട്ട് ഫോം വാങ്ങിച്ചവളുടെ അച്ഛൻ എന്തോ പറയുന്നതെന്ന് കേൾക്കുമ്പോൾ അങ്ങേര് ഈ കാര്യം മകളോട് പറയാതെ ഇവൾ ബ്രേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളും ഇവൾ വിചാരിച്ച പോലെ തന്നെ അച്ഛന്ന് അവൾക്ക് മനസ്സിലാവും. കാരണം ഇവളുടെ ഫ്രണ്ട് ചുമ്മാ ആക്ട് ചെയ്തിട്ട് പറയുന്ന ഇവളെ ബ്രേക്കപ്പ് ചെയ്യാനാ പറഞ്ഞ്. എന്നിട്ട് അടുത്ത ദിവസം ഹാരിയുടെ അമ്മയച്ഛനും കൂടെ ഇന്നലെ രാത്രി ഫുള്ള് ഈ പെണ്ണ് വീട്ടിൽ വരാതെ എവിടെ പോയെന്ന് പറഞ്ഞ് അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മയ്ക്ക് ഒരു സംശയമുണ്ട്, ഒരേശ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇന്നലെ രാത്രി ഫുള്ളും കറങ്ങിയതായിരിക്കുമെന്ന്. പക്ഷെ അച്ഛനാണ് നമ്മുടെ മോൾ അങ്ങനത്തെ വ്യക്തിയൊന്നല്ലെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവരുടെ കൺമുമ്പിൽ തന്നെ ഹാരി അവളുടെ ബോയ് ഫ്രണ്ട് ടീമുമായിട്ട് ചിരിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതോടെ ഇവളുടെ അമ്മയാണ് ദേഷ്യത്തി. അപ്പൊ തന്നെ ഇവളെ നോക്കി ഇങ്ങനെ ദേഷ്യത്തി ഓടി വരും. അതോടെ ഹാരി മൊത്തത്തിൽ പേടിച്ചിട്ട് എന്നെ ഒന്ന് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവള് വറച്ചു പോകുമ്പം ഇവളുടെ അമ്മയും അവളെ അടിച്ച് പൊട്ടിച്ചോണ്ടിരിക്കും. ഇതേ സമയം ടീമുമാണ് അവളെ ഒന്ന് ചെയ്യലെന്ന് പറഞ്ഞ് തടഞ്ഞിർത്തുമ്പം അടി ഇവനും കൂടെ കൊള്ളും. എന്നിട്ട് അവന് സമാധാനപ്പെടാൻ അമ്മയെന്ന് പറഞ്ഞ് അവരോട് പറയുമ്പം അവരാരാണ് നിന്റെ അമ്മയെന്ന് പറഞ്ഞ് ഇവനെ വഴക്കുറഞ്ഞ് തള്ളിയിടും. അങ്ങനെ അതോടെ ഹാരിയാണ് ടെൻഷനായി. അവൻ എന്തിനമ്മ തള്ളിവിട്ടെന്ന് പറഞ്ഞ് കുറച്ചെങ്കിലും മാനേഴ്സ് കാണിക്കാൻ വേണ്ടി പറയും. ഇത് കേട്ട് അവളുടെ അമ്മയും മാനേഴ്സ് ഞാൻ കാണിച്ചു തരാടി എന്ന് ഇവർ തമ്മിൽ മൊത്തത്തിൽ വമ്പൻ സീനാകും. എന്നിട്ട് അകത്തേക്ക് ചെന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോഴാണ് സത്യത്തിൽ ഇവനാണോ ബോസ് എന്ന് പറഞ്ഞ് അമ്മ സെർച്ച് ചെയ്തൊക്കെ നോക്കും. അങ്ങനെ അവർക്ക് കൺഫേം ആയ ഉടനെ അവർക്ക് ഭയങ്കര ഷോക്കായിരിക്കും. എന്നിട്ട് അവൻ അവളുടെ പേരൻസിനോട് ഇവൻ ആദ്യം പ്രണയത്തിൽ വീന്ന് പിന്നെ അവളുടെ കൂടെ കറങ്ങാൻ വേണ്ടിയ ഓവർ ടൈം വർക്ക് എന്ന് പറഞ്ഞൊക്കെ വിളിക്കുന്നതെന്ന് പറയും. അങ്ങനെ ആ ചാൻസ് ഒക്കെ മുതലെടുത്ത് അവസാനം ഇവര് ഡേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടേക്ക് വരുന്ന കൂട്ടുകാരിയും സേഹനും കൂടെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കും. അങ്ങനെ അനിയനും ടീമിനും സപ്പോർട്ടാ. അതിനേശം അവളുടെ അച്ഛനാണ് ഇവളെ കല്യാണം കഴിക്കുന്നത് ഇവന്റെ കുടുംബത്തിന് സമ്മതമാണെന്ന് ചോദിക്കും. കാരണം റിച്ചായിട്ടവരൊക്കെ അങ്ങനെ പെട്ടെന്ന് സമ്മതിക്കത്തില്ലെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവന് തീർച്ചയായിട്ട് അവന്റെ കുടുംബത്തിനെ സമ്മതിപ്പിക്കുമെന്ന് പറയും. അതുകൊണ്ട് ഇവര് സമ്മതം തന്ന അവൻ കല്യാണം മനസ്സിൽ വെച്ചോണ്ട് ഇവളോട് സന്തോഷിച്ച് ഡേറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ അത് കേട്ട് അവരൊക്കെ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ ഇവിടെ നിന്ന് അവളുടെ അമ്മയും അവളുടെ കൂട്ടുകാരെയും മിണ്ടായിരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും നിങ്ങളുടെ സംസാരം കഴിഞ്ഞെങ്കിൽ എനിക്ക് ആഹാരം ഉണ്ടാക്കി തരാമോ, ഇന്നെന്റെ ബർത്ത്ഡേ എന്നതിന് അവള് പറഞ്ഞ് ഇവരൊക്കെ ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിക്കും. അങ്ങനെ ഹാരിയുടെ അമ്മയ്ക്ക് അവൻ കമ്പനിയുടെ ബോസാന്ന് അറിഞ്ഞപ്പോ തന്നെ അവർക്ക് അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഇതേ സമയം അവളുടെ അച്ഛന് മാത്രം ചെറിയ ദേഷ്യയെ കാണും. അങ്ങനെ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അവനാണ് അങ്ങേരോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടി അങ്ങേര് പുറത്തേക്ക് പോകുന്ന സമയം നോക്കി ഇവനും കൂടെ ചെല്ലും. എന്നിട്ട് അവനും ഇവനോട് ദേഷ്യമുണ്ട് അത് അവന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുമ്പം ഇത് കേട്ട് അവളുടെ അച്ഛനാണ് ഇവനോട് ദേഷ്യമൊന്നല്ല ഹാരി ഓർത്ത് വിഷമിക്കാമെന്ന് പറയും. കാരണം ഇവനോ റിച്ച് ആയിട്ടുള്ള കുടുംബമായതുകൊണ്ട് ഒരേ ശിവരത്തമ്മയെ കല്യാണം കഴിച്ച പിന്നെ അവള് വളച്ചെടുത്തായിരിക്കും ഇവനെ സെറ്റാക്കിയെന്ന് അങ്ങനെ കുറെ പേരൊക്കെ സംസാരിക്കുന്ന പറയും. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാൻ ഇവനെ കൊണ്ട് തടയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ഇതുകേട് ടീമുമാണ് അവനെ കൊണ്ട് എല്ലാവരുടെ വായും ചെന്ന് അടയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ അവളെ കുറിച്ച് ആരെന്തു പറഞ്ഞാലും അവൻ എപ്പോഴും അവളുടെ കൂടെ തന്നെ കാണുന്ന പറയും. അങ്ങനെ അതുകൊണ്ട് അവന് വിശ്വസിക്കാമെന്ന് പറഞ്ഞ് അവളുടെ അച്ഛനോട് പറയുമ്പോൾ തന്നെ അങ്ങേര് ഇമോഷണലായി ഇവർക്ക് സമ്മതം കൊടുക്കും. അങ്ങനെ ഇവളുടെ വീട്ടിൽ സമ്മതിച്ചാലും ടീമുന്റെ അപ്പൂപ്പനാണ് സമ്മതിക്കാതെ ഇവ രാത്രി താമസിച്ച് വീട്ടിരുന്നുണ്ട് ആ ഷിൻഹാരിയുടെ കൂടെ പുറത്ത് കറങ്ങുമായിരുന്നു ചോദിക്കും. അങ്ങനെ അവൾ എപ്പോഴാ മറക്കാൻ പോകുന്ന ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവനാണ് അവൾ അങ്ങനെ മറക്കാൻ പോകുന്നില്ല അവളുടെ അപ്പൂപ്പന്റെ മൈൻഡ് മാറ്റിക്കാന്ന് പറഞ്ഞ് അവൻ പറഞ്ഞിട്ടങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ഹാരിയുടെ കൂടെ തന്നെ ടീമും ലിഫ്റ്റിൽ കയറി വന്നോണ്ടിരിക്കും. അങ്ങനെ കറക്റ്റ് സമയം ഹാരി ഇറങ്ങേണ്ട സ്ഥലത്ത് ടീമോണെ ഇറങ്ങി പുറത്തേക്ക് ചെല്ലുമ്പം ഇത് കണ്ട് ഇവരൊക്കെ ഇവന്റ് ഓഫീസ് ഇതുവരെ വന്നില്ലെന്ന് പറയും. അപ്പോഴാണ് അവനാണ് ചമ്മി പോയിട്ട് ഞാൻ ചുമ്മാ സ്റ്റെപ്പിൽ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ, എപ്പോഴെങ്കിലും ലിഫ്റ്റിൽ പോകുന്ന ശരിയല്ലല്ലോ, മൈ ഡിയർ സെക്രട്ടറി വാ നമുക്ക് വർക്കൗട്ട് ചെയ്യാം എന്നിന് അവനും വിളിക്കുമ്പം അവനാണ് ചിരിച്ചോണ്ട് രാവിലെ വർക്കൗട്ട് ചെയ്ത് നീ എന്തിനാണ് എന്നെയും വിളിക്കുന്നത് എന്നിന് ഇവനിങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ട് അവന്റെ കൂടെ പോകും. പക്ഷെ ടീമോണ് ഹാരിയുടെ ഓർമ്മയിൽ ഇങ്ങനെ ഇറങ്ങി വന്നേ. എന്നിട്ട് ഇവിടെ മിൻവോ ആണ് ഹാരിയെ പുറത്തേക്ക് വിളിച്ചിട്ട് ഇപ്പൊ അവളുടെ സംസാരിക്കും. അങ്ങനെ ഇവനെ വീണ്ടും ഇവരുടെ കമ്പനിയിൽ നിന്ന് വർക്കിന് വിളിച്ചേക്കോന്ന് പറഞ്ഞ് ആ കാര്യം ഇവൾക്ക് അറിയാമെന്ന് ചോദിക്കും. അങ്ങനെ അത് വേണ്ടെന്ന് പറയാൻ വേണ്ടിയാ അവൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയുമ്പം ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് ഒരേ ശിവളോർത്ത് വേണ്ടെന്ന് പറയുവാണ് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും സത്യം പറഞ്ഞ ഞാൻ റെസ്റ്റോറന്റ് അടച്ചിട്ട് യൂറോപ്പിലേക്ക് പോവാ, ഞാനും യൂറോയും തമ്മിൽ ബ്രേക്കപ്പ് ചെയ്ത് ഇത് എന്നെ തീരേണ്ട സംഭവമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ആദ്യം ബ്രേക്കപ്പിന് ശേഷം രണ്ടുപേരും കൂടെ പരസ്പരം മിസ് ചെയ്യാന്ന് വിചാരിച്ച് തെറ്റിരിച്ച്. കൂടാതെ അവള് നിന്നോട് സോറി പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു, അവള് നിനക്കെതിരായിട്ട് ചെയ്യുന്ന ശേഷം നിന്നെ കാണാൻ തന്നെ അവൾക്കിപ്പോ വയ്യ എന്ന് ഇവനും പറയുമ്പം ഹാരിയാണ് എങ്കിൽ പിന്നെ ഇവൻ പോയിട്ട് ഇനി എപ്പോഴേ തിരിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല, പക്ഷെ ഇവന്റെ ഡ്രീം ഇങ്ങനെ യൂറോപ്പിൽ കറങ്ങുന്നതാന്ന് ഇവൾക്ക് അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഒരീശം തിരിച്ചു വരുമ്പോ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് രണ്ടുപേരും പഴയതുപോലെ ഫ്രണ്ട്സ് ആയിട്ട് ആകാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ ഇത് കേട്ട് ഹാരിയും അതിനെന്തായാലും സമയം എടുക്കുമെന്ന് പറഞ്ഞ് ഇവൻ അധികം ഇവളെ കാണാത്ത ഒരു ദിവസം വരുമ്പോ അന്ന് ഫ്രണ്ട് ആകാൻ
ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞ് ഇവർ തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്യും. അങ്ങനെ അതിനുശേഷം ഇവരുടെ കൂട്ടുകാരിയും അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അങ്ങേരും ഇവളെ ഇനി തൊട്ട് ഒരു ഡയറക്ടറാക്കി മാറ്റാൻ പോകുന്ന പറയുമ്പം ഇവളാണ് ഞാൻ ജോലി കളയാൻ വേണ്ടി വന്നയാന്ന് പറഞ്ഞ് അപ്പൊ തന്നെ റിസൈൻ ലെറ്റർ കൊടുക്കും. അങ്ങനെ ഇത് കണ്ട് ഇവളുടെ അച്ഛൻ ഷോക്കായി ഒരു ശവനല്ല സത്യം ഇവളോട് പറഞ്ഞോ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളും അച്ഛാ നിങ്ങളായിട്ട് കുറെ ആലോചിച്ചോട്ടുണ്ട്, ഞങ്ങൾ രണ്ട് ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവനോട് പറഞ്ഞ കാര്യം ഞാൻ അടുത്തിരുന്ന് കേട്ടോണ്ടിരുന്ന ഒരു പക്ഷെ ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവന്റെ മനസ്സ് മാറ്റിയാണ് എന്ന് ഇവളും പറയുമ്പം ഇത് കേട്ട് അവളുടെ അച്ഛനാണ് എങ്കിൽ പിന്നെ ഒരു ഒന്നിനില്ലാത്ത പയ്യന് വേണ്ടി സ്വന്തം അച്ഛനെ ഉപേക്ഷിക്കാൻ പോകണം ചോദിക്കും. അപ്പോഴാണ് അവളും അതിനു വേണ്ടിയല്ല ചെയ്യുന്നത്, പൈസയുടെ പുറകെ പോകുന്നുണ്ട്, എനിക്ക് അച്ഛനെ ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞ് ഇത് കാരണം വെച്ചല്ലേ അമ്മയെ തന്നെ ഡിവോഴ്സ് ചെയ്തെന്ന് പറഞ്ഞ് ഇവൾക്ക് അതേ അവസ്ഥ വരില്ലെന്ന് പറഞ്ഞ് ഇവളുടെ അച്ഛനോട് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കേട്ട് അങ്ങേരും ദേഷ്യത്തി അച്ഛന്റെ സഹായം നിന്നെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവളോട് ചൂടാകുമ്പോ തന്നെ അവളാണ് അച്ഛന്റെ സഹായം ഇല്ലാതെ തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അത് അവള് പ്രൂവ് ചെയ്ത് കാണിക്കും പറയും. അങ്ങനെ അതും പറഞ്ഞ് അവള് ഇത്രയും വർഷം വളർത്തിയതിന് നന്ദി എന്നറിഞ്ഞ് ഇന്ന് ബർത്ത്ഡേ എന്നുള്ള കാര്യം പോലെ അച്ഛൻ അറിഞ്ഞില്ലല്ലോ എന്ന് അവൾ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങും. എന്നിട്ട് ഇവിടെ ടീമോ കമ്പനി വെച്ച് ആര്യയെ കാണാൻ വേണ്ടി വരുമ്പം അവളാണ് പേടിച്ചിട്ട് ഇവൾ എത്ര മിസ് ചെയ്താലും ഇങ്ങനെ വർക്ക് സമയത്താണ് കാണാൻ വരുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനാണ് പേടിച്ചിട്ട് ഹലോ എക്സ്ക്യൂസ് മീ, ഞാൻ നിന്റെ ബോസാ, ഞാൻ വർക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നേ. എന്നിട്ട് ഇവരുടെ ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പം കറക്റ്റ് അതേസമയം തന്നെ ഇവളുടെ കൂടെ ജോലി ചെയ്യുന്ന പെങ്കൊച്ച് അവിടേക്ക് വരും. അങ്ങനെ അത് കണ്ട് അവള് പേടിച്ച് അപ്പൊ തന്നെ അവനെ പൊക്കിയെടുത്തോണ്ട് സൈഡിൽ ചെന്ന് പതുങ്ങിയിരിക്കും. അങ്ങനെ അതോടെ അവനാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ തന്നെ ഇവൾ അവന് മിണ്ടായിരിക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം അവൾ അവനെ വിളിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് രണ്ടുപേരും ഒറ്റയ്ക്ക് വർക്ക് ചെയ്താൽ തന്നെ ഇവൾക്ക് ടെൻഷൻ ആകുമെന്ന് അറിയും. അപ്പോഴാണ് അവൻ അടുത്തേക്ക് വന്നിട്ട് എങ്കിൽ പിന്നെ ഇപ്പൊ നിന്റെ ടെൻഷൻ വർദ്ധിക്കുന്നെന്ന് പറഞ്ഞ് അവന് ചുമ്മാ തമാശക്ക് കളിയാക്കുമ്പോൾ തന്നെ കറക്റ്റ് അതേസമയം ഇവനൊരു ഫോൺ കോൾ വരും. ഇവന്റെ അപ്പം ബോധം കെട്ട് വീണ് ഇപ്പൊ ആശുപത്രി കിടക്കുവാന്ന്. അങ്ങനെ അത് കേട്ട് അവനാണ് മൊത്തത്തിൽ പേടിച്ചു പോകുമ്പം ഇവൻ ഫോൺ കട്ട് ചെയ്ത് അവിടേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഇവന്റെ അപ്പം സംസാരിക്കുന്ന സൗണ്ട് ഇവന് കേൾക്കും. കാരണം അങ്ങനെ ചെയ്ത് വെച്ച സെറ്റപ്പാണിത്. അങ്ങനെ അവൻ പേടിച്ച് ആശുപത്രി വരുമ്പോ അവളായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഇവിടെ ഡോക്ടറായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവനാണ് ആ ഫോൺ വഴി കേട്ടോണ്ടിരിക്കും. കാരണം കോൾ ഇതുവരെ കട്ടായില്ല. അതുകൊണ്ട് അങ്ങേറെ മാസ്റ്റർ പ്ലാൻ ഇവന് പിടികിട്ടി. അങ്ങനെ അന്ന് രാത്രി വരെ ഇവിടെ ടീമിന്റെ അപ്പൂപ്പനും ഇവൻ എന്ത് ഇതുവരെ വരാത്തേന്ന് പറഞ്ഞ് അങ്ങേര് ബോറടിച്ചൊക്കെ ആശുപത്രി ഇരിക്കുമ്പോൾ കറക്റ്റ് അതേസമയം അവിടേക്ക് ആരോ വരുന്ന ശബ്ദം കേൾക്കും. ഇതോടെ അങ്ങേരാണ് ടീം ഓരോന്ന് പറഞ്ഞ് പെട്ടെന്ന് ആക്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവിടേക്ക് വരുന്ന ഹാരിയ. അങ്ങനെ അതുകൊണ്ട് അങ്ങേരാണ് ചമ്മിപ്പോയി ഇവളെന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളാണ് ടീം വർക്കാരായിട്ട് ബിസി ആയതുകൊണ്ട് അവന് വരെ നോക്കാൻ വേണ്ടി വന്നേന്ന് പറയും. ഇത് കേട്ട് അങ്ങേര് ചമ്മിപ്പോയി നീ കാരണോട് ഞാൻ ബോധം കെട്ട് വീന്നോയ, എന്നിട്ട് നീ എന്നെ കാണാൻ വേണ്ടി വന്നേക്കുന്ന, ആഹാ വീണ്ടും നിന്നെ കണ്ട് ഞാൻ ബോധം കെട്ട് വീന്നോയ, എന്റെ അവസ്ഥ എന്താകാനാ, നീ ഇവിടെ നിന്ന് പോയിക്കോ എന്നിന് അങ്ങേര് പറഞ്ഞ് വെള്ളം കുടിക്കാൻ പോകുമ്പം ബോട്ടിൽ ഉറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവളാണ് ഞാൻ തുറന്നു തരാന്ന് പറഞ്ഞ് ആ സിമ്പിളായിട്ട് അങ്ങ് തുറന്നു കൊടുക്കും. അതിന്റെ അടുത്ത സെക്കൻഡ് അപ്പൂപ്പൻ പേടിച്ചിട്ട് നിന്നെ പുറത്തേക്ക് പോകാനാ പറഞ്ഞ, മര്യാദയ്ക്ക് പുറത്തേക്ക് പോയിക്കോ എന്നിന് അങ്ങേര് എഴുന്നിട്ട് ബാത്റൂം പോകാൻ നോക്കുമ്പോ തന്നെ കാലങ്ങ് ഉളുക്കും. അതുകൊണ്ട് അവള് പേടിച്ചിട്ട് ഞാൻ കൂടെ ചെന്ന് സഹായിക്കാന്ന് പറഞ്ഞ് ഇവൾ ഹെൽപ്പൊക്കെ ചെയ്യുമ്പം അങ്ങേരാണ് ചെറിയ കാലുളക്കേ ഉള്ളു, അതിലെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവസാനം ഇവളുടെ സഹായം ആവശ്യപ്പെടേണ്ട അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ ഹാരി ഇവിടേക്ക് വരാനുള്ള കാര്യം അവൾ ഈ ചാൻസ് മുതലെടുത്ത് അങ്ങേറെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടിയാ. കാരണം ഗിംഹിയായിട്ട് ഇവളിനും ഇഷ്ടപ്പെട്ട, അതുകൊണ്ട് തീർച്ചയായും കുറച്ച് ടൈം കൂടെ സ്പെൻഡ് ചെയ്ത ഇവളെ വേണ്ടി ഇഷ്ടപ്പെടുന്ന പറഞ്ഞ അവൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്ന്. എന്നിട്ട് ഇവിടെ ഹാരിയുടെ കൂട്ടുകാരിയാണ് അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് സേഹുവിനോട് അവളുടെ അച്ഛനെ കുറിച്ച് വിഷമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവള് ജോലി കളഞ്ഞ് അവളുടെ അച്ഛനോട് അങ്ങനെ പറഞ്ഞിട്ടെന്നാലും ഇവൾക്ക് വേണ്ടി അച്ഛനെ കാണാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇമോഷണൽ ആവും. അങ്ങനെ ഇത് കണ്ട് അവന് സമാനപ്പെടുത്തുമ്പം അവളാണ് ഇവളുടെ അച്ഛനെ വെറുക്കുന്നൊന്നുമില്ല, പക്ഷെ അച്ഛൻ എപ്പോഴും സ്റ്റാറ്റസാ വലുതെന്ന് പറഞ്ഞ് ഇവൾ അതേപോലെ ആയിരിക്കില്ലെന്ന് ഇവനെ നല്ലോണം നോക്കിക്കോളാൻ പറയും. അങ്ങനെ ഇത് കേട്ട് അവൻ അടുത്തേക്ക് വന്ന് അവളെ ആശ്വാസപ്പെടുത്തും. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പം അവളാണ് ഇപ്പൊ ജോലി കളഞ്ഞു വന്നുകൊണ്ട് ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ആഗ്രഹം ഒന്ന് തുടങ്ങാൻ പോകാന്ന് പറയും. പക്ഷെ അതിന് പൈസയുടെ മാത്രമേ കുഴപ്പമുള്ളൂ എന്ന് പറഞ്ഞ് ഇവള് ലോൺ എടുക്കാൻ പോകുന്ന പറയുമ്പോ തന്നെ അവനാണ് പെട്ടെന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല, അവന്റെ കുറെ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് അവന്റെ ബാങ്ക് പാസ്ബുക്ക് എടുത്തോണ്ടെന്ന് കാണിക്കും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ഞെട്ടിപ്പോയി ഈ പൈസ ഒന്നും അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇത് ഇവന്റെ തന്നെ സേവ് ചെയ്ത് വെച്ചേക്കാൻ പറയും. അപ്പോഴാണ് അവനും ടൈം ഇവന് ചെലവിനെന്ന പൈസയും പിന്നെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എല്ലാം കൂടെ ഇവളുടെ പുതിയ കമ്പനി അവൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇവളുടെ കമ്പനിയുടെ പ്ലാനൊക്കെ അവൻ അറിയണമെന്ന് പറയുമ്പം അവളാണ് പാസ്ബുക്ക് വാങ്ങിച്ചിട്ട് അതൊക്കെ പിന്നെ പറയാളിയാന്ന് അവനെ കിസ് ചെയ്യും. ഇതേസമയം ആശുപത്രി അപ്പൂപ്പനും എന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ വന്ന അവള് എവിടെ പോയി കിടക്കുന്നു എന്നതിന് കുറച്ച് സമയം തന്നെ അവൾ അന്വേഷിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ അവൾ എഴുന്നണ്ട് പേടിച്ച് വീണ്ടും കിടന്നുറങ്ങുന്നവരെ ആക്ട് ചെയ്യും. അതേസമയം അവള് അപ്പൂപ്പൻ ഇഷ്ടപ്പെട്ട ടീ വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാ. അങ്ങനെ ആ മണം കണ്ട് അങ്ങേരാൻ സന്തോഷത്തി അതിങ്ങനെ പതുങ്ങി നോക്കിയിട്ട് ഇവള് തരുന്നുണ്ട് ചുമ്മാ കുടിക്കാന്ന് പറഞ്ഞ് പൂച്ചിച്ചൊക്കെ അങ്ങേര് കുടിക്കാൻ വേണ്ടി പോകും. പക്ഷെ കുടിച്ച അടുത്ത സെക്കൻഡ് തന്നെ അത് ഫുള്ളും തീർത്തിട്ട് ഇനി വല്ല ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിലൊക്കെ പറയുമ്പം അങ്ങേരാണ് ഒന്നിനും കൊള്ളത്തൊന്നുമില്ല, ചുമ്മാ ദാഹമായിട്ടൊന്ന് കുടിച്ചെന്നേ ഉള്ളു, ഇനിയിപ്പോ നമുക്ക് ടി വി കാണാം എന്നിനെ ടി വി ഓൺ ചെയ്ത ഉടനെ കാര്യം എത്ര വലിയ മീനെന്ന് പറഞ്ഞ് അവൾ അത് കണ്ടിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഇത് കേട്ടിട്ട് അങ്ങേരാണ് ഇതൊക്കെ എന്തൊരു വലുത്, ഞാൻ പണ്ട് ഫിഷിങ്ങിനൊക്കെ പോയപ്പോഴേ ഇതിനേക്കാൾ വലിയ ഷാർക്കൊക്കെ
പിടിച്ചിട്ടുണ്ട്. എന്നതിന് അപ്പൂപ്പന് ഷോ കാണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവളാണ് ഇൻട്രസ്റ്റിങ്ങോടെ വലിയ ഷാർക്കാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, യഥാർത്ഥത്തെ ഷാർക്ക് എന്നിന് ഇവള് വീണ്ടും ചോദിക്കുമ്പം അങ്ങേരാണ് സന്തോഷത്തി നിനക്കറിയത്തില്ലേ ഞാൻ ഭയങ്കര ഫിഷർമാൻ അല്ലായിരുന്നു, നിനക്കിതാ ഞാൻ കാണിച്ചു തരാം, നീ വിശ്വസിത്തില്ലെന്ന് എനിക്കറിയാം എന്നിന് മൊബൈലെടുത്ത് ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവളോട് ഇങ്ങനെ സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സെക്കൻഡ് അങ്ങേര് എന്തോ കാണിക്കുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ഫോണങ്ങ് വാങ്ങിച്ചിരിക്കും. എന്നിട്ട് മിണ്ടാതെ TV കാണാന്ന് പറഞ്ഞ് ആ ചാനൽ മാറ്റുമ്പം അവിടുത്തെ ഒരു പാട്ട് കേട്ട് ഇവളെ കൂടെ ചേർന്ന് പാടാൻ തുടങ്ങും. അങ്ങനെ അത് കേട്ട് അപ്പൂപ്പനും കൂടെ ചേർന്ന് വൈബ് ചെയ്യുമ്പം ഇവളാണ് ഇവളുടെ ഫാമിലിയുടെ കൂടെ ഇങ്ങനെ പാട്ട് പാടിയ ഇവൾ TV ഷോ ഒക്കെ കാണാറുള്ളെന്ന് അറിയും. അങ്ങനെ അതുകൊണ്ട് അവളെല്ലാം ഡിസ്റ്റർബ് ചെയ്തെങ്കിൽ സോറി എന്ന് പറയുമ്പം ഇത് കേട്ട അപ്പൂപ്പനും അങ്ങനൊന്നുമില്ല, എനിക്ക് നല്ല പ്രായമുണ്ട്, ചെവി അത്രയ്ക്കൊന്നും കേൾക്കത്തില്ല, അതുകൊണ്ട് നീ പതിയെ പാടുന്നൊന്നും എനിക്ക് ഡിസ്റ്റർബൻസ് ആകത്തില്ല, നീ പാടിക്കോ എന്നതിന് അങ്ങേര് പാടാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കയ്യും കാലൊക്കെ ആട്ടി വൈബ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ടൈമോണെ അവളെ കാണാൻ വേണ്ടി വന്നിട്ട് ഇവന്റെ അപ്പൂപ്പൻ കുറെ ശല്യപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പം അവളാണ് എത്ര ട്രൈ ചെയ്ത് നോക്കിയിട്ടും അങ്ങേർക്ക് ഇവളെ ഇഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നില്ലെന്ന് പറയും. പക്ഷെ ഈ പ്രായത്തിരിക്കുന്ന കുറെ പേരോട് അവൾ സംസാരിച്ച് ക്ലോസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവന്റെ അപ്പൂപ്പൻ മാത്രം അടുക്കാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവളറിയാതെ അങ്ങേരെപ്പോഴേ ഇവർക്ക് സമ്മതം തന്ന പോലെ. അങ്ങനെ ആ സമയത്താണ് ഡോക്ടർ അവിടേക്ക് വന്നിട്ട് ടൈമിനോട് ഒരു കാര്യം പറയുന്നത്, സത്യത്തെ അവന്റെ അപ്പൂപ്പൻ സീരിയസ് ആണെന്ന്. അങ്ങനെ ഇങ്ങേര് ചുമ്മാ ചെക്കപ്പിന് വന്നുകൊണ്ടാണ് ആ കാര്യം കണ്ടുപിടിക്കാൻ പറ്റിയത്. അങ്ങനെ അതുകൊണ്ട് ടൈമോനെ സങ്കടത്തി അവന്റെ അപ്പൂപ്പനെ കാണാൻ വേണ്ടി ചെല്ലും. കാരണം അങ്ങേറെ പ്രായത്തിന് ഇതിനുമ്പ് കുറെ സർജറി ചെയ്തുകൊണ്ട് ഇനി ഇവിടെ വെച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവൻ അതാലോചിച്ച് വിഷമിച്ചിരിക്കും. എന്നിട്ട് അടുത്ത ദിവസം അവന് ഡോക്ടറായിട്ട് സംസാരിക്കുമ്പം ആ വഴി കൂടെ നടന്നു വന്ന അപ്പൂപ്പനാണ് ഇത് കേട്ടിട്ട് നിങ്ങളിത് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്ന പറഞ്ഞ് അങ്ങേര് അകത്തേക്ക് കയറിയും. അങ്ങനെ അതിനുശേഷം അപ്പൂപ്പൻ അറിയാൻ വരും ഇവിടെ ഗുണപ്പെടുത്താൻ പറ്റാത്ത ഒരു രോഗം ഇങ്ങേർക്കുണ്ടെന്ന്. അങ്ങനെ അതറിഞ്ഞിട്ട് അദ്ദേഹം അങ്ങേരെല്ലാം ഓക്കെയാന്ന് പറഞ്ഞ് ഇവരോടൊക്കെ തിരിച്ചു പറയും. പക്ഷെ എന്നിരുന്നാലും അപ്പൂപ്പന്റെ ബ്ലഡ് വെസിൽ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് പുറത്ത് ഫിഷിംഗ് ചെയ്യാൻ വന്ന് റിലാക്സ് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി ടൈമോ സെക്രട്ടറിയും കൂടെ അവിടേക്ക് വന്നിട്ട് അപ്പൂപ്പന് ധൈര്യം കൊടുക്കാൻ ടൈമോ വിദേശത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, നമുക്ക് അവിടെ ചെന്ന് ട്രീറ്റ് ചെയ്യാൻ അപ്പൂപ്പാന്ന് പറഞ്ഞ് അവൻ പറയും. ഇത് കേട്ട് അവന്റെ അപ്പൂപ്പനാണ് ഇവൻ അതിന് മുമ്പ് വലിയ ആളായെന്ന് പറഞ്ഞ് അങ്ങേർക്ക് ഇപ്പോഴും ഒരു ചൈൽഡ് ഗ്രാൻഡ് സന്നാന്ന് പറയും. അതുകൊണ്ട് അങ്ങേറെ അസുഖമൊക്കെ സ്വന്തമായിട്ട് തന്നെ തീർത്തോളം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അടുത്തിരുന്ന സെക്രട്ടറിയും അപ്പൂപ്പനൊന്നും പറ്റത്തില്ലെന്ന് അവനും കൂടെ പറയുമ്പോ തന്നെ ഇങ്ങേര് ടച്ചായി. അപ്പോ അസുഖം വന്നാലും നീയൊക്കെ എന്നെ അപ്പൂപ്പാന്ന് വിളിക്കത്തുള്ളൂ, നിന്റെ വായി ആദ്യമായിട്ടാണ് ഞാൻ ഇത് കേൾക്കുന്നത്, ഇതും കൊള്ളാം എന്ന് ഇവര് മൂന്നേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അന്ന് രാത്രി ടൈമാണ് ആര്യയെ കണ്ടിട്ട് അവന്റെ അപ്പൂപ്പന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി അവൻ വിദേശത്ത് പോകാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് കുറെ മാസങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞ് ഇവളും കൂടെ വരുന്നോന്ന് അവൻ ചോദിക്കും. പക്ഷെ ഇങ്ങനെ ചോദിക്കുന്ന സെൽഫിഷാന്ന് അറിയാമെങ്കിലും ഇവളെ കാണാതെ അവൻ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവള് കൂടെ വരാനാ അവൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും. അങ്ങനെ അത് കാരണം ജോലിയൊന്നും കളയണ്ട, നിനക്ക് അവിടെ വെച്ചും ജോലിയൊക്കെ ചെയ്യാന്ന് ഇവൻ പറയുമ്പം ഇത് കേട്ട് അവളാണ് വിഷമിച്ചിട്ട് ഇവന്റെ കൂടെ വരാൻ അവൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവൾ വരാതിരിക്കാൻ നല്ലെന്ന് പറയും. കാരണം ഇവർ വിചാരിക്കുന്ന ഇവന്റെ അപ്പൂപ്പൻ ഇതുവരെ സമ്മതം തന്നില്ലെന്ന്. അങ്ങനെ അതുകൊണ്ട് ഇവളും കൂടെ വരുവാണ്. ഇവന്റെ അപ്പൂപ്പന് ചിലപ്പം ദേഷ്യമൊക്കെ വന്ന് അങ്ങേറെ ഹെൽത്തിന് പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് അതോർത്ത് ഇവള് പേടിക്കുവാന്ന് പറയും. ഇനിയിപ്പോൾ അങ്ങേരറിയാതെ ഇവന്റെ അടുത്ത് വന്നാലും ഇവന്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇവന് ഫുള്ളും ഹാർട്ടാകുമെന്ന് വിചാരിച്ച് അവൾ വരുന്നില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അപ്പൂപ്പന്റെ ഹെൽത്താണ് ഇമ്പോർട്ടന്റ് എന്ന് ഇവളിങ്ങനെ പറയുമ്പം അവനാണ് അപ്സെറ്റ് ആയിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ നിന്നോട് ചോദിച്ചത് എന്റെ തെറ്റാ, പക്ഷെ എനിക്ക് നീ കൂടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചു ചെയ്ത എന്നിട്ട് ഇവനും പറയുമ്പോൾ തന്നെ അവൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവനോട് തിരിച്ചു പറയും. അപ്പോഴാണ് അവനും രണ്ടുപേർ തമ്മിൽ കാണാതൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ഇവളും കുറച്ച് മാസത്തേക്കല്ലേ അല്ലെ ജീവിതം ഫുള്ള് ഇവളെ കാണാതിരിക്കാനാണോ ഇവൻ പറയുന്നതെന്ന് ചോദിക്കും. അതോടെ അവനാണ് മേടിച്ചിട്ട് അല്ല കുറച്ച് മാസമാണെങ്കിലും നമ്മൾ കാണാതിരിക്കുന്നില്ലേ അതിനെക്കുറിച്ച് പറഞ്ഞ എന്നിട്ട് അവളെ ഹഗ് ചെയ്ത് എല്ലാം ശരിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ടൈമോ അവന്റെ അപ്പൂപ്പനായിട്ട് ട്രീറ്റ്മെന്റിന് പോയി 1 വർഷം കഴിഞ്ഞാണ് നമുക്കിപ്പോ കാണിക്കുന്നത്. ഇപ്പൊ കമ്പനിയിലാണ് മിസ്റ്റർ ബിന്നും വേറെ പുതിയ ടീമിലെ ലീഡറാകും. അങ്ങനെ ഹാരി എന്നത്തെ പോലെ ഇവരോട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടെ അതേസമയം യങ്സയാണ് കമ്പനി പോകുന്ന വഴിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫയല് മറന്നു പോകും. അങ്ങനെ അതുകൊണ്ട് സേഹിനായിരിക്കും ഇവൾക്കത് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് ലീവിലുള്ള ബോയ് ഫ്രണ്ട് ഉള്ളത് നന്നായി നിറഞ്ഞ് അവൾ സന്തോഷത്തിലൊക്കെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ വൈകിട്ട് വർക്ക് കഴിഞ്ഞ് ഹാരി വീട്ടിലേക്ക് വന്ന് ടൈമോന് വീഡിയോ കോൾ ചെയ്യുമ്പം അവനാണ് ഇന്നലെ വർക്ക് കഴിഞ്ഞിട്ട് അപ്പൂവിന്റെ കൂടൊക്കെ നിന്ന് ഫുള്ള് ടയേർഡായി പോയിരിക്കാന്ന് പറയും. ഇത് കേട്ട് അവളാണ് എങ്കിൽ പിന്നെ കോൾ ചെയ്ത് ഇവന്റെ ഉറക്കം കളഞ്ഞോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവൾക്ക് എന്തോ പരിപാടി എന്ന് പറഞ്ഞ് രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് അവനൊരു ബിസിനസ്സുകാരായിട്ട് കോൾ വരും. അങ്ങനെ അതുകൊണ്ട് അവന് പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴാണ് ഇവളാണ് അത് കണ്ടിട്ട് കൊള്ളാം കുറച്ച് റൂഡായിട്ടാണ് ഇവൻ ബിഹേവ് ചെയ്യുന്നത്, നിനക്ക് എന്റെ കോളിനെക്കാളും വലുതാ ബിസിനസ് കോളാണ് എന്ന് അവളും പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോകും. അതിനുശേഷം അടുത്ത ദിവസം ഇവളുടെ അനിയനാണ് നീ ന്യൂസ് ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് ഇവളുടെ ബോയ് ഫ്രണ്ട് വലിയ സീനായെന്ന് പറയും. കാരണം അവൻ ഒരു സെലിബ്രിറ്റി ആയിട്ട് കറങ്ങു വന്ന ഇപ്പൊ ന്യൂസ് ഫുള്ളും സ്പ്രെഡായി കിടക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അനിയനും ഇവർ തമ്മിൽ വല്ലതും ഭക്ഷണമായും ചോദിക്കുമ്പം അവളാണ് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ
അവനടിച്ച് റൂമിൽ നിന്ന് പുറത്താക്കും. അതിനേശം ഇവളും കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഒരേശം ഇവളുടെ സൗന്ദര്യം ഇഷ്ടപ്പെടാതെ വേറെ ആരെങ്കിലൊക്കെ സെറ്റാക്കിയെന്ന് പറഞ്ഞ് അവളും തമാശക്ക് പറഞ്ഞോണ്ട് ഫോണൊക്കെ വിളിക്കുമ്പം അവനാണെ ഫോൺ എടുക്കത്തില്ല. അങ്ങനെ അതുകൊണ്ട് ഇവളാണ് ചെറിയ ടെൻഷന്, ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല. അടിപൊളി, അപ്പൊ അതാണല്ലേ പ്ലാൻ ചെയ്തേക്കുന്നത് എന്ന് ഇവളിവിടെ ദേഷ്യത്തിലാകും. അങ്ങനെ അതുകൊണ്ട് അടുത്ത ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തിട്ട് ഇവൾ അവനെ കാണാൻ വേണ്ടി അവിടേക്ക് തന്നെ പോകാൻ തീരുമാനിക്കും. അങ്ങനെ പുറത്തു വന്ന് ടാക്സി ഇടിക്കുമ്പോഴാണ് കറക്റ്റ് ആ ടാക്സിയിൽ നിന്ന് തന്നെ ടൈം ഇറങ്ങി പുറത്തേക്ക് വരും. അപ്പോഴാണ് അവനെ കണ്ട് അവള് ഡാൻസ് ഒക്കെ കളിച്ച് ഇവൻ എന്തിവിടെ ചെയ്യുന്നു ചോദിക്കുമ്പം അവനാണ് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വന്നയാ, പക്ഷെ നീ എവിടാണ്ട് കെട്ടിപ്പറക്കൊക്കെ പോവാണല്ലോ എന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പോൾ തന്നെ അവളാണ് ഇവനെ കാണാൻ വേണ്ടി വരായിരുന്നെന്ന് പറയും. അതോടെ അവനെ അടിച്ചിട്ട് ഇവൻ എന്തോ വിളിച്ചാലും മെസ്സേജ് അയച്ചാലും ഒരു റിപ്ലൈ ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പം അവനാണ് മറ്റേ സെലിബ്രേറ്റ് ആയിട്ടുള്ള ന്യൂസിനെ കുറിച്ചാണെങ്കിൽ അവൻ ആകെ ഇപ്പം അറിഞ്ഞുള്ളെന്ന് പറയും. അപ്പോഴാണ് അവളും കുറച്ച് അസൂയിലൊക്കെ സത്യത്തിൽ നിങ്ങൾ തമ്മിൽ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവളിങ്ങനെ കൺഫേം ചെയ്യുമ്പം അവനാണ് ആ പെങ്കൊച്ചിന് വേറെ ഏതാണ്ട് ഒരു പയ്യന് ഇഷ്ടം. അങ്ങനെ ആ കാര്യം പാട്ടാക്കാതിരിക്കാൻ അവളുടെ അച്ഛൻ ഇവന്റെ കൂടെ ഡേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൾ ഹഗ് ചെയ്തിട്ട് ഇനി എന്നെ അടിക്കത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പം അവളാണ് ഞാനിതിന് അടിക്കണം എന്ന് പറഞ്ഞ് അവന്റെ പുറയിട്ട് അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനേശം ഇവർ ചിരിച്ച് സംസാരിച്ചോണ്ട് ഒരു വാൾക്കുമ്പം അവളാണ് ഇവന്റെ അപ്പൂപ്പനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവൻ എന്തിനെ പെട്ടെന്ന് ഒന്നേം ചോദിക്കും. അപ്പോഴാണ് അവനും അപ്പൂപ്പന് ഗുണമായി അങ്ങേര് അടുത്ത ആഴ്ച വരും. അങ്ങനെ അതിനുമ്പ് ഇവളെ കാണാൻ വേണ്ടിയാ അവൻ നേരത്തെ വന്നേന്ന് പറയും. അതിനേശം അവളും എങ്കിൽ പിന്നെ നമ്മുടെ കല്യാണത്തിന് അപ്പൂപ്പ സമ്മതിച്ചോന്ന് ചോദിക്കുമ്പം അവനും പെട്ടെന്ന് റിങ് എടുത്തിട്ട് ഇവളിത് വാങ്ങിക്കുന്നവരെ അപ്പൂപ്പനെ കാണണ്ടെന്ന അങ്ങേര് പറഞ്ഞെന്ന് പറയും. അങ്ങനെ അതിനർത്ഥം ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ അങ്ങേര് എപ്പോഴേ സമ്മതിച്ച്. അങ്ങനെ അതോടെ അവളാണ് ഷോക്കായിട്ട് ഇവനിപ്പോ പ്രപ്പോസ് ചെയ്യണമെന്ന് ചോദിക്കുമ്പം അവനാണ് സമയം വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല, നിനക്കറിയാലോ, കൂടാതെ ഇനി എനിക്ക് നിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണ്ട, അവിടെ നമുക്ക് കല്യാണം കഴിക്കാം എന്നിന് അവനും ചോദിക്കുമ്പം അവൾ ആലോചിക്കാന്ന് പറഞ്ഞ് ഇവനെ ഹഗ് ചെയ്യും. അപ്പൊ അവനും ചെറിയ ടെൻഷന് ഇങ്ങനെ പിടിച്ചാൽ കിട്ടാത്തവരൊക്കെ ആക്ട് ചെയ്താൽ പിന്നെ നിന്റെ നഷ്ടമായിരിക്കും, കാരണം ഞാൻ വേറെ കുറെ കാര്യത്തിലൊക്കെ ബെസ്റ്റാന്ന് നിനക്കറിയാലോ എന്നിന് അവനും പറഞ്ഞ് റിങ് ഇട്ട് കൊടുക്കുമ്പം അവള് പെട്ടെന്ന് അവനെ കിസ് ചെയ്യും. അതിനേശം രണ്ടുപേരും നാണിച്ചൊക്കെ നടന്നിട്ട് അവൻ ഇപ്പോഴെങ്കിലും ഒരു കല്യാണത്തിന്റെ വൈബ് കിട്ടിയെന്ന് പറയുമ്പം അവളാണ് അത് ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞല്ലേ ഉള്ളു, ഞാൻ സമ്മതം തന്നില്ല എന്നിന് രണ്ടുപേരും സംസാരിച്ചോണ്ട് അവിടെ നിന്ന് നടന്നു പോകുന്നതോടെ നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുവാണ്. സോ എല്ലാവരും ഈ ഡ്രാമ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്ന വിചാരിക്കുന്നു. ഈ ഡ്രാമ ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്ന താഴെ കമന്റിൽ പറയുക. എന്തായാലും ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള ഒരു ഹാപ്പി ഡ്രാമയായിരുന്നു. സോ ഇനി ഇതേപോലെ ഒരു നമ്മൾ പുതിയ ഡ്രാമയായിട്ട് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം.